ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നും നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തമ്പനയിലും തന്നെ കാര്യം പിടികിട്ടി കാണും. ഇന്ന് നമ്മൾ വീണ്ടും മധുരയ്ക്ക് പോവാണ്. ഇത്തവണ നമ്മൾ ബസ്സിനാണ് പോകുന്നത്, അതുകൊണ്ട് ലേറ്റ് ആയി നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരുങ്ങാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഫി ടേൽസ് ഓഫ് ടെല്ല. അങ്ങനെ നമ്മൾ 4 മണി ആയപ്പോഴത്തേക്കും ഒരുങ്ങി ഇറങ്ങി കേട്ടോ. ദേ മുമ്പേ കണ്ട ഞാനാണോ ഇപ്പം ഇരിക്കുന്നത്? ഞാൻ അല്ലല്ലോ. ഇതൊക്കെ എൻ്റെ കസിനും എൻ്റെ അനിയത്തിയും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരോടും അല്ല പോകുന്നത്. ഇവർ നമ്മളെ കമ്പത്താക്കിയിട്ട് ഇവർ നേരെ തിരിച്ചു പോരും. ഞാനോ അച്ഛനും മാത്രമേ അവിടെ നിന്ന് മധുരയ്ക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഒരു 5 മണി 5:15 ആയപ്പോഴത്തേക്കും നമ്മൾ കമ്പം ബസ് സ്റ്റാൻഡിൽ വന്ന കേട്ടോ. നമുക്ക് ഒരു ബസ് പോയാലും തൊട്ട് പുറകെ തന്നെ അടുത്ത ബസ് വരും. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയമില്ല. ഇങ്ങനെ പുറകെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുവാണ്. ഈ തമിഴ്നാട് ബസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഷട്ടറല്ല, അവിടെ ഇങ്ങനെ ഗ്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ് നമ്മളിങ്ങനെ പൊക്കി വെക്കണം. അത് മാത്രമല്ല, ബസ് മൂവ് ആവുന്നതനുസരിച്ച് ഈ ചില്ല് ഇങ്ങനെ കിടന്ന് കടകടകടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ സൈഡ് സീറ്റിൽ ഇരിക്കുന്നവർ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ഈ സീറ്റിൻ്റെ ഒപ്പമാണ് ആ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ പോയി നേരെ റോഡിലേക്ക് പോകത്തുള്ളൂ. കമ്പം ടു മധുര ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. ഞാനേതായാലും സുഖമായിട്ട് ഉറങ്ങി. അച്ഛനും ചെറുതായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഞാനേതായാലും ബസ് കയറി അപ്പം തന്നെ ഉറങ്ങി. ഞാൻ ഒന്നെങ്കിൽ ബാഗ് വെച്ചിട്ട് ബാഗിൻ്റെ മണ്ടേ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങും. എങ്ങനെയാണെങ്കിലും ഞാൻ നന്നായിട്ട് ഉറങ്ങും. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എന്നിട്ടിപ്പോഴത്തേക്ക് ഉസ്ലാംപെട്ടി എന്നുള്ളൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നമ്മളോട് എല്ലാവരോടും പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. കാരണം നമ്മുടെ ബസ്സിൻ്റെ ഡീസൽ തീർന്നു പോയിരുന്നു. പിന്നെ കുറേ നേരം ഇങ്ങനെ നമ്മൾ വഴിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ബസ് വരുന്നത്. എന്നിട്ട് നമ്മൾ ആ ബസ്സിനെ കയറ്റി വിട്ടു കേട്ടോ. ഒരു നീണ്ട യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് പണി കിട്ടി. പക്ഷെ മെയിൻ പണി ഇതൊന്നുമല്ല, അത് ലാസ്റ്റ് വരുന്നതേ ഉള്ളൂ. ഇത്തവണ നമ്മൾ പോകുന്നത് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ 4 days നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടുന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നിടത്തോട്ട് ബസ് കിട്ടും. പക്ഷേ ബസ് നോക്കി നിന്ന് നമ്മൾ അത്രയും കൂടി ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ബസ് നോക്കി നിൽക്കാറില്ല. മിക്കപ്പോഴും നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് കേട്ടോ. ഓട്ടോ ചാർജ് വരുന്നത് 150 രൂപയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നിടത്തോട്ട് വരെ. അങ്ങനെ ഒരു ഫസ്റ്റ് റൗണ്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയിട്ട്, അപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ക്യാൻറ്റീനും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ടീ ഷോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ടീ ഷോപ്പിൽ നമുക്ക് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്തവണ ദോശ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ടി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. ഇത് വെജ് സാൻഡ്വിച്ച് ആട്ടോ, അത്യാവശ്യം നല്ലതായിരുന്നു. ഇത്തവണ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ സാറ്റർഡേ വരിക, മൺഡേ ഓപ്പറേഷൻ, ട്യൂസ്ഡേ നമുക്ക് തിരിച്ചു പോകാം. അതുപോലെ 4 ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുമ്പം നേഴ്സ് നമ്മുടെ അടുത്ത് പറയുവാണ്, വലിയ ഡോക്ടർ ഇല്ല, അതായത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പുറത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്യുക, എന്നിട്ട് ട്യൂസ്ഡേ വരിക, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുക, എന്നിട്ട് ട്യൂസ്ഡേ വരിക. പുറത്ത് റൂം എടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതും 2 days വെറുതെ. അതുകൊണ്ട് നമ്മൾ ഏതായാലും തിരിച്ച് നാട്ടിലേക്ക് വന്നു, അതാണ് എളുപ്പം. എന്നാൽ പിന്നെ ഇവർക്ക് ഇതൊന്ന് നേരത്തെ വിളിച്ച് ഇൻഫോം ചെയ്തുകൂടെ എന്നെനിക്ക് തോന്നി. കുഴപ്പമില്ല, എന്തെങ്കിലും കാരണങ്ങൾ കാണുമായിരിക്കും. എന്തായാലും നല്ല പൊരി വെയിലായിരുന്നു കേട്ടോ. ഒരു 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ ചൂടും വെയിലും ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഉച്ച വെയിൽ. ഈ ബസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ആറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ് കേട്ടോ. ആ ബസ്സിൻ്റെ സീറ്റാണ് ഇങ്ങനെ അവിടെ നിന്ന് ആടുമായിരുന്നു. അതുമല്ല ഞാൻ ഇരിക്കുന്നത് കണ്ടോ, നേരെ ആ വിൻഡോ തുടങ്ങുന്നതിൻ്റെ ഒപ്പം. അവിടെ നിന്ന് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകും. നമ്മളെ കയ്യിൽ നിന്ന് സ്കിപ്പായി. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. ഞാനതിൽ അങ്ങനെ തന്നെ എടുത്ത് ബാഗിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പത്തും നേരെ മധുരയിൽ നിന്ന് നേരെ കമ്പത്തിനുള്ള ബസ് കയറിയപ്പോൾ അവരിലൊരു ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കുക്കുംബർ ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത് മൊത്തം ഞാൻ അച്ഛനും കൂടി കഴിച്ചു. ഒത്തിരി ഒന്നുമില്ലായിരുന്നു, ഇച്ചിരി ഉള്ളൂ, 20 രൂപയുടെ ഒരു പാക്കറ്റ്. നല്ല ചൂട് കാറ്റായിരുന്നു വിൻഡോയിൽ കൂടെ അടിച്ച് കയറിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ നേരെയല്ലിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് അടിച്ചു വരുന്നത്. എൻ്റെ പൊന്നെ, എന്തൊരു എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കായിരുന്നു ചൂടെല്ലാം കൂടെ അടിച്ച്. എന്തായാലും ചുമന്ന് തൂടുത്തൊരു ഉണ്ടത്തക്കാളി പോലെയാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് കമ്പത്ത് വന്നിട്ട് കേട്ടോ. കമ്പം വന്നപ്പോഴത്തേക്കും കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും മാത്രം മിന്നിക്കുട്ടിയും കൂടെ നമ്മളെ കൂട്ടാൻ വന്നു ഗൈസ്. രാവിലത്തെ ഒരു സാൻഡ്വിച്ച് മാത്രം നമ്മൾ കഴിച്ചുള്ളായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അച്ഛന് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ കമ്പം ചുരം കയറുന്നതിന് തൊട്ട് മുമ്പുള്ള കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു. അത്യാവശ്യം തരക്കേടില്ലായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മാത്തിനൊരു കൂളിംഗ് ഗ്ലാസ് എനിക്ക് കിട്ടി. പിന്നെ അത് കിട്ടിയ പിന്നെ അത് കണ്ണി വെക്കുക, കുറച്ച് പട്ടിഷോ കാണിക്കുക നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി ഗൈസ്. നമ്മൾ ഇടുക്കിയിൽ വന്നു. എന്തൊരു സമാധാനം, എന്തൊരു തണുത്ത അന്തരീക്ഷം. എനിക്ക് ഭയങ്കര സമാധാനമായി നമ്മുടെ തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട്. ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് ആരും വെറുതെ പറയുന്നില്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് വേറെ നാട്ടിൽ പോയിട്ട് വരണം എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.